ഈ ഓണത്തിന് തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, മലയാള സിനിമയ്ക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ആ സിനിമയിൽ കാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയാണ്. അതിൽ തന്നെ നമ്മളെ ഞെട്ടിച്ച ഒരു കാസ്റ്റിംഗ് ആണ് ദാ ഈ ഇരിക്കുന്ന ആളുടെ. കല്യാണി ചെയ്തിട്ടുള്ള റോളിൻ്റെ ആ ഒരു കുട്ടി ആയിട്ട് അഭിനയിച്ച ആളാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു സിനിമയിൽ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ബിസിയാണ് കേട്ടോ, സെലിബ്രിറ്റിയാണ്. ദുർഗയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ ദുർഗ. ഹായ്. ദുർഗ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭയങ്കര സെലിബ്രിറ്റിയാണ്. സ്കൂളിൽ പോയി സിനിമയൊക്കെ കണ്ട് വന്നിട്ടുള്ള വിശേഷങ്ങളൊന്ന് പറയോ? സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് സൂപ്പറായി ഉണ്ടായിരുന്നു, നല്ല എക്സലൻ്റ് ആയി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ടീച്ചേഴ്സ് അവിടെ നിന്ന് തന്നെ ട്രോഫി തന്നിട്ടുണ്ടായിരുന്നു, നല്ല വലിയ ട്രോഫി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ മാഷൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സൂപ്പറായി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ഇത് അതിൻ്റെ സ്റ്റോറി എന്താ അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. തിയേറ്ററിൽ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ? ഇപ്പോൾ ദുർഗ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ പോയല്ലേ? ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോയല്ലേ? പോയി. അപ്പോൾ ദുർഗയ്ക്കും ഫാമിലിക്കും പറഞ്ഞതുപോലെ സിനിമ നമ്മൾ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഫുൾ ലെങ്ത് സ്റ്റോറി ഒന്നും നമ്മൾ അറിയില്ലാവില്ല. സിനിമ കാണുമ്പോഴാണ് ഇത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമ നമ്മളിങ്ങനെ നമ്മൾ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്നൊക്കെ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് അല്ലേ? അപ്പൊ എന്താ തോന്നിയത്? അതായത് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കുറെ എഫേർട്ട് ഒക്കെ എടുത്തിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? ഫൈനൽ ഒന്നും പറയാനില്ല, നല്ല സൂപ്പറായി ഉണ്ടായിരുന്നു. ഞാൻ ഏട്ടന് എപ്പോഴും തല്ലുകൂടുന്നതാണ്, പക്ഷെ ഏട്ട അടക്കം കരഞ്ഞു. എന്നിട്ട് ഏട്ട കഴിഞ്ഞ പറഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ചു, ഞാനും കരഞ്ഞു. അതുപോലെ എല്ലാവരും സൂപ്പറായി ഉണ്ടായിരുന്നു തന്നെ പറഞ്ഞത് ആണല്ലേ? ഓക്കെ. അത് നമുക്ക് ഇപ്പോഴും കുറെ പേര് വിളിച്ച് പറയുന്നൊക്കെ ഉണ്ടായിരിക്കും ദുർഗയ്ക്ക് അല്ലേ? ഇത്രയും ദിവസം കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടാവും അല്ലേ സിനിമ കണ്ടിട്ട്? ഇപ്പോൾ നമ്മൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിലേക്ക് ദുർഗ വരുന്നത് എങ്ങനെയാണ്? ഇതിനു മുൻപ് 2 സിനിമ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടല്ലോ. ഏറ്റവും ആദ്യം ചെയ്തത് ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഭദ്രനാരി എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ ചെറിയ കുട്ടി ഇങ്ങനെ ദേവി ആവണതാണ് വലിയവരെങ്ങനെ പെരുമാറണ വെച്ചിട്ട്. അത് അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻ്റ് ആണ്. അതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചെയ്തത് വരദൻ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ തന്നെ അച്ഛൻ ചെയ്തിട്ടുണ്ട്, ഞാനും അച്ഛനും ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തത് നീലരാത്രി എന്ന് പറഞ്ഞിട്ട് അശോകനങ്ങൾ ചെയ്തൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്തത് ഷാമൻ എന്ന് പറഞ്ഞിട്ട്, അതിലും ഞാൻ പ്രേതട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ലോക ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ ആൽബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യലൊന്നും നമുക്ക് പുത്തരിയല്ല, നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. ഈ ചിരിയൊക്കെ കേൾക്കാനും ദിവസം നമ്മൾ സിനിമയില് ചിരി അതിൽ കേൾക്കുമ്പോൾ ആ ഫീലില്ല, അത് തന്നെ നേരിട്ട് ആ ചിരി നല്ല സൂപ്പറാണ്. എല്ലാവരും പറയാറുണ്ടോ ചിരിയെ പറ്റി? അങ്ങനെ പറയാറില്ല. കളരിയെ പറ്റി എല്ലാവരും പറയാറുണ്ടാവും. ചെറുപ്പം മുതൽ ഈ കളരി ഫാമിലിയിലായതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണം അല്ലേ? ചെറുപ്പം മുതൽ ചെയ്യാറുണ്ട് കളരി? ഞാൻ 3 വയസ്സ് തൊട്ട് തുടങ്ങിയത്. ഞാനും ഏട്ടനും 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അച്ഛൻ തന്നെയാണ് ഗുരുക്കൾ അല്ലേ? അതെ. അച്ഛൻ സ്റ്റണ്ട് മാസ്റ്ററാണ്, കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. ഞാൻ 3.5 വയസ്സിൽ എൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് ബാഹുബലി 2ന്റെ ഓഡിയോ ലോഞ്ചിങ്ങിലായിരുന്നു. അരങ്ങേറ്റം തന്നെ അങ്ങനെ ഒരു വലിയ വേദിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് 3.5 വയസ്സിൽ. 3.5 വയസ്സ്. പിന്നെ അച്ഛൻ സ്റ്റണ്ട് മാസ്റ്ററാണ്, കൊറിയോഗ്രാഫി ചെയ്യണതാണ്. അച്ഛൻ ആർട്ടിസ്റ്റോൾക്ക് ഇങ്ങനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കണതാണ്. അച്ഛൻ ഇതേപോലെ ജയ് ഫെലിക്സ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ട്, ആ മാസ്റ്ററും കൂടിയിട്ടാണ് ചെയ്തത് ജയ് സ്റ്റണ്ട് മാസ്റ്ററായിട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ 3-ലെ മൈക്ക് എന്ന് പറഞ്ഞ മാസ്റ്റർ ഉണ്ട്, അച്ഛനും കൂടിയിട്ടാണ് അതിൽ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ചെയ്തതാണ്. പിന്നെ കാജൽ ചേച്ചിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ദർശന ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഇറങ്ങാൻ പോണ പെണ്ണും പൊറോട്ടും എന്ന് പറഞ്ഞൊരു സിനിമയിലെ അച്ഛൻ സ്റ്റണ്ട് മാസ്റ്ററും അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഏട്ടനും ചെയ്തിട്ടുണ്ട്. ഏട്ടൻ ചെറിയ കുട്ടിയിലെ ഗ്രേറ്റ് ഫാദർ ചെയ്തിട്ടുണ്ട്. അതില് ഇങ്ങനെ തല കുത്തിക്കണ ഒരു സീൻ ഉണ്ടായിരുന്നു, അതില് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫാമിലി മൊത്തം. ഇനി ഈ ലോകയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്, റോപ്പിലൊക്കെ വെച്ചിട്ട് ഭയങ്കര പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി കളരി ചെയ്യുന്ന കുട്ടിയാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, നമ്മൾ ഇവിടെ തന്നെയാണോ അതോ അത് ട്രെയിനിങ് സെഷനായിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടാണോ, എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? അത് ഏറ്റവും അധികം ഇവിടെ ആയിരുന്നു. ഇവിടെ അച്ഛൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഷ്ലി എന്ന് പറഞ്ഞ ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു.
എനിക്ക് ഇങ്ങനെ കുന്തത്തിൻ്റെ അതേപോലെ കുറച്ച് ട്രെയിനിങ്ങുകൾ തന്നിട്ടുണ്ടായിരുന്നു, നെഞ്ചോക്ക് അതൊക്കെ, പിന്നെ കിക്സ് പഞ്ച് അങ്ങനെ കുറേ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ഹാളിക്ക്. അവിടെ യാനിക് സാറ് വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ യാനിക് സാറിൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ റോപ്പുമ്മ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ സിനിമയിൽ അങ്ങനെയായിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നത്, വേറെ രീതിയിലായിരുന്നു. അതൊരു ചെറിയൊരു ഇത് കാട്ടിയെന്നതാണ്, ഇങ്ങനെയൊക്കെ വരും എന്നൊക്കെ കാട്ടിയെന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്തെ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇങ്ങനെ ഇത്രയും ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ചെയ്യാൻ ഈസി ആയിരുന്നോ, ബുദ്ധിമുട്ടായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഒരു എഫേർട്ടും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഡയറക്ടർ ഡോമായിരുന്നു എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അതിലൊരു ഇമോഷണൽ സീനിൽ ഡോമയ്ക്ക് നന്നായിട്ടൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലേക്ക് ചെറിയൊരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കുന്തത്തുമ്മനെ കുത്തിയിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ കുത്തുന്ന സീനുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ ഷോട്ടിൽ എൻ്റെ കാല് കുന്തത്തുമ്മ പോയി സ്ലിപ്പ് ചെയ്തിട്ട് ഇടിച്ചു. ഈ ജോയിൻറ്റുമ്മേനെ ഇടിച്ചു. അപ്പം നല്ല വേദന ഉണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരിപ്പോൾ പറഞ്ഞു, നമുക്ക് ഇന്നത്തെ ദിവസത്തെ മാറ്റി വയ്ക്കാം, നമുക്ക് വേറെ ദിവസം എടുക്കാം, ഇന്ന് ഹോസ്പിറ്റലിൽ പോകാം, വേഗം പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സീരിയസ് ആയി പോകാമെന്ന് പറഞ്ഞു, ഇന്നത്തെ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് നോക്കിയോട്ടെ പറഞ്ഞിട്ട്. അച്ഛൻ ചികിത്സയൊക്കെ ചെയ്യുന്ന ആളാണ്, അമ്മയും ചെയ്യും, ചികിത്സയൊക്കെ ചെയ്യും. എന്നിട്ട് അച്ഛൻ പതുക്കെ വെള്ളം വെച്ച് ഇങ്ങനെ ഒഴിഞ്ഞ് കുറച്ച് ഹീൽ ചെയ്ത് തന്നു. അപ്പോൾ പെയിന് കുറച്ച് കുറവുണ്ടായിരുന്നു, എന്നാലും പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ ഒന്ന് നടപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം ഒന്ന് ചെയ്തേക്കാം, കാരണം ഓരോ മിനിറ്റും പൈസ ചിലവഴിക്കല്ലേ, അപ്പോൾ ഇന്ന് ചെയ്തേക്കാം, ഒന്ന് പറ്റണേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേനുണ്ടെങ്കിലും ഞാൻ ആ പെയിനിൽ വെച്ച് ചെയ്തു. അന്നത്തെ ദിവസം മറക്കാൻ പറ്റില്ല. നല്ല അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടായിരുന്നുള്ളതാണല്ലേ, ഇത്ര എഫേർട്ട് എടുത്തിട്ട് പെയിൻ സഹിച്ചിട്ടൊക്കെ ചെയ്തിട്ടും അതിന്റെ ആ ഒരു റിസൾട്ട് നമ്മളിങ്ങനെ തിയേറ്ററിൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് തന്നെ വരുന്നു, അപ്പൊ പിന്നെ ചെയ്ത ആളുടെ കാര്യം പറയണ്ടല്ലോ. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു, മുരളി എന്നാണ് പേര്. ആ മാസ്റ്റർ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോപ്പിന്റെ കാര്യം മാസ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ റോപ്പൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണ്ട, മോളിക്ക് പൊന്തിക്കണമെങ്കിൽ. അപ്പോൾ ആള് ഇതേപോലെ ഇവിടെയൊക്കെ പാഡ് വെച്ചിട്ട്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്സിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ആള് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിമിഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, നിമിഷ് രവി. ആ ചേട്ടൻ ഇതുപോലെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ പിന്നെ സിനിമ മൊത്തം കണ്ടപ്പോഴാണ് അതിൻ്റെ ഓരോ ആംഗിൾസൊക്കെ ഞാൻ കണ്ടത്. നല്ല സൂപ്പർ ആംഗിൾസ് ആയിരുന്നു. ആ മൊത്തം കണ്ടപ്പോൾ ഓരോ തിരിക്കലും അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ആ ആംഗിളും നല്ല സപ്പോർട്ടായിരുന്നു. അവിടെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. സാൻവി എന്നൊക്കെ പറഞ്ഞ ചേച്ചി, പിന്നെ ആൽവി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളിങ്ങനെ അവിടെ വേറെ നമ്മളിങ്ങനെ ഭയങ്കര ആരാധിക്കുന്ന ആക്ടേഴ്സിനൊക്കെ കണ്ടു. നമ്മുടെ സീനിൽ അങ്ങനെ അധികം പേര് വരുന്നില്ല തോന്നുന്നു അല്ലേ? എന്നാലും കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിരുന്നു. ആദ്യം ഞാൻ കണ്ടത് എൻ്റെ അവസാനത്തെ ഒരു സീൻ കൂടി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ കഴിഞ്ഞു ഒരു കുഞ്ഞൊരു സീൻ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കല്യാണി ചേച്ചിനെ കണ്ടു. അപ്പോൾ ചേച്ചി പറഞ്ഞു സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സലൻറ്റ് വർക്കായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു. എന്നിട്ട് ഈ ട്രെയിലർ കാട്ടുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ചെന്നപ്പോൾ അവിടെ ചന്തു ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടു. പിന്നെ ശാന്തി ചേച്ചി ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ആ ചേച്ചിയും ഡോമും കൂടിയിട്ടല്ലേ എഴുതിയത്, നല്ല രസമുള്ള കഥയായിരുന്നു. അടുത്ത ചാപ്റ്റർ 2 വരുന്നുണ്ടല്ലോ. പിന്നെ വേറെ മറ്റേ കുര്യൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ചന്തു ചേട്ടൻ, അങ്ങനെ കുറേ പേര്, നസ്ലിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ദുൽഖറിനെ കണ്ടോ? ഡിക്യുനെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. പല ഭാഷകളിലും എനിക്ക് ഫാൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു ഫാന് ഞാനാന്ന് പറഞ്ഞു. അതുപോലെ ടോയ് ചേട്ടന് പറഞ്ഞു നല്ല എക്സലന്റ് വർക്കായിട്ടുണ്ട്, നല്ല രസമുള്ള ഇതായിണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു ദിവസം കളരി പഠിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളരിക്ക് വരാന്ന് പറഞ്ഞിട്ട്. കല്യാണി ചേച്ചി പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ മോള് ഇത്ര ചെയ്തോണ്ടാണ് എനിക്ക് നന്നായിട്ട് ഇത് കൊടുത്തത് മോളാണല്ലോ, അതുകൊണ്ട് ഇത്തിരി ഇത് കിട്ടിയത്.
അപ്പോൾ ശരിക്കും അങ്ങനെയല്ല, ശരിക്കും ആ ചേച്ചി നന്നായിട്ട് സൂപ്പറായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചേച്ചി സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് എന്നെ എല്ലാവരും പറയാൻ തുടങ്ങിയത്. നല്ല രസമായിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ദുർഗയും ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സുള്ള ടൈമിലാണ് ഈ ഷൂട്ടൊക്കെ വന്നല്ലോ, അപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മീൻസ് അവിടെ നിന്ന് ലീവ് എടുത്ത് പോലെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായില്ല. കാരണം സ്കൂളിൻ്റെ ഒരു അഭിമാനം എന്ന് പറയണ്ടേ, വേറെ ആരും അങ്ങനെ ഇല്ലല്ലോ. ഉണ്ട് ചിലവർ ഡാൻസിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഇതേപോലെ മോണാക്റ്റിനൊക്കെ പോകാറുണ്ട്. ഇത് സ്കൂളിൽ നിന്ന് അവിടുന്ന് ഫസ്റ്റ് ഒക്കെ വാങ്ങാറുണ്ട്. സബ് ജില്ലയിൽ നിന്നൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജില്ലാ തലത്തിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട്. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം കൂടി ഞാൻ മാത്രം അങ്ങനെ ഉള്ളൂ, വേറെ അങ്ങനെ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ലീവ് എടുത്തോണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇനി വേറെ സിനിമകൾ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടോ? വേറെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വേറെ അതിൻ്റെ കാര്യമൊക്കെ അറിയില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഫിലിം ഫീൽഡ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങേണ്ട ഒരു ആ ഹാങ് ഓവർ മാറിയിട്ടില്ല. കാരണം ഇപ്പോഴും ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ റെസ്പോൺസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം സിനിമ കണ്ടു തിയേറ്ററിൽ പോയിട്ട്? ഞാൻ അത് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇൻ്റർവെൽ ടൈമിൽ, അല്ലെങ്കിൽ ഇൻ്റർവെൽ ടൈമിലാണ് കൂടുതൽ പോയത്. കല്യാണി ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പോയിട്ട് ഒരുമിച്ച് പോയിട്ട് ഇൻ്റർവെല്ലിന് ആവണ സമയത്ത് ഞങ്ങൾ കയറി. അപ്പോൾ എല്ലാവരും എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷമായി. ഇപ്പോഴാണെങ്കിലും ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാറാണ്. അപ്പം അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്, ഇനിയും ചെയ്യാതിരിക്കുന്ന ആളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു പ്രേതങ്ങളാണ്, 2 സിനിമയിൽ നമ്മൾ പ്രേതമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ സിനിമകൾ ചെയ്യുന്ന, ഫൈറ്റിംഗ് ഒക്കെ വരുന്ന സിനിമകൾ ചെയ്യുന്നതാണോ അതോ അല്ലാത്ത സിനിമകൾ ചെയ്യുന്നത്? ഏതിനോടാണ് ഇഷ്ടം? ഫൈറ്റിംഗ് ഒക്കെ വരുന്ന കാര്യങ്ങൾ ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഫൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആദ്യമൊക്കെ ഈ മാർഷൽ ആർട്സ് പഠിക്കുന്ന സമയത്തേക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുമാത്രമല്ല പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാർഷൽ ആർട്സിലേക്ക് വന്നത് പതുക്കെ ഈ ചേട്ടന്മാരൊക്കെ ചെയ്യണ കണ്ടു, ചേച്ചിമാരൊക്കെ ചെയ്യണ കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പഠിക്കാന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒപ്പം അച്ഛൻ ആക്ടിങ്ങും എനിക്ക് പഠിപ്പിച്ചു തന്നു, എനിക്കും ഏട്ടനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ് പിന്നെ ഈ ഇതിന് വന്നത്. പിന്നെ അതിന് ഓരോ ഷോർട്ട് ഫിലിമിൽ നിന്ന് അച്ഛൻ്റെ ഭദ്രനാരി അതൊക്കെ ഓരോന്ന് വന്നു തുടങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ലോക ചെയ്തിരിക്കുകയാണ്. നമുക്ക് മലയാളത്തിൽ ഇതുപോലൊരു സിനിമ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമയിൽ നല്ല മെയിനായിട്ട് ഒരു റോളാണ് ദുർഗ ചെയ്തത്. അതും എല്ലാവരും ഇത്രയും നല്ല അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോള്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യമാണ്. അത് ഇത്രയും ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ആ ഒരു എന്താ പറയുക, സിനിമയ്ക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ദുർഗയ്ക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും താങ്ക് യു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ച് തന്നതിന്. പിന്നെ അത് മാത്രമല്ല, ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാതിരിക്കല്ലേ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ, ഒരുപാട് സിനിമകൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദുർഗനെ ഇങ്ങനെ കുറേ സിനിമകളിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അച്ഛനും അമ്മയും ചേട്ടനുമാണ്, ഫാമിലി അല്ലേ. അപ്പോൾ നമുക്കിനി അവരെ കൂടെ പരിചയപ്പെടാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ദുർഗയുടെ ഫാമിലി പരിചയപ്പെടാം അല്ലേ? എല്ലാവരെയും ഒന്ന് ദുർഗ പരിചയപ്പെടുത്തോ ഞങ്ങൾക്ക്? ഇതമ്മ, അമ്മയുടെ പേര് ഭദ്ര എന്നാണ്. അമ്മയുടെ വീട് പേരാമംഗലത്താണ്. പിന്നെ ഇത് അച്ഛൻ, വിനോദ് എന്നാണ് പേര്. അത് ഏട്ടൻ, വൈഷ്ണവ് എന്നാണ് പേര്. ഏട്ടൻ +1 അമ്മയും അച്ഛനും ഇവിടെ കളരിയിൽ അമ്മയും പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഒരുപാട് കല്യാണത്തിന് ശേഷമാണോ ഇവിടെ ഇങ്ങനെ കളരി പഠിക്കാൻ തുടങ്ങി? പതുക്കെ ചികിത്സയിലേക്ക്, ഇവിടെ മർമ്മ ചികിത്സ, ആയുർവേദ മർമ്മ ചികിത്സ ചെയ്യുന്നുണ്ട്, അതിലേക്കും തിരിഞ്ഞു. കളരി ടീച്ചറാണ്. ഇനി അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഫിലിമിൽ ഓൾറെഡി സ്റ്റണ്ട് മാസ്റ്ററാണ്. പിന്നെ ഇവിടെ കളരി പഠിപ്പിക്കുന്നുണ്ട്, ഗുരുക്കളാണ്, ചികിത്സ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ സിനിമ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോക എന്ന് പറയുന്ന സിനിമ, മോള് മുൻപും സിനിമ ചെയ്തിട്ടുണ്ട്. ഈ ലോകയുടെ കഥ കേൾക്കുമ്പോഴും ഒക്കെ നമുക്കറിയായിരുന്നു ഇത്രയും വലിയൊരു വെറൈറ്റി ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത ഒരു സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആക്സെപ്റ്റൻസ് ഉണ്ടാവും ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കഥ കേൾക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി ശരിക്ക് കഥ പറഞ്ഞിട്ടില്ല ആ ടൈമിൽ. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആഷ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ മോളുടെ അങ്ങനെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, അപ്പോൾ മോളുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചതാന്ന് പറഞ്ഞു. പിന്നെ ഇവള് മുന്നൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഫസ്റ്റ് ഒരു 8 വയസ്സുള്ള സമയത്ത് അല്ലേ, ഭദ്രനാരി എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അതിൽ ഇവള് ഒരു നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, വലിയ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കൊടുത്തു. പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൽ ഇവൾക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അയച്ചു കൊടുത്തു. കണ്ടപ്പോൾ അവർ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വിവേക് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാസ്റ്റിങ്ങിലുള്ള ആളാണ്. പിന്നെ ഇവളെ ഇതൊക്കെ ചെയ്ത് ഓഡിഷൻ ചെയ്തെടുത്തു, പെർഫോം ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വാമ്പിയർ പോലത്തെ ഒരു കൺസെപ്റ്റൊക്കെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവൾക്ക് വലിയ സന്തോഷമായി, ഇവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സെറ്റപ്പ് ആക്കി. പിന്നെ അതിൽ ഫൈറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറെക്കുറെ ഫൈറ്റിന് ഞാൻ ഓൾറെഡി ഇവർക്ക് ട്രെയിനിങ് ഫൈറ്റിൻ്റെ ഒപ്പം കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ഫൈറ്റ് ഇങ്ങനത്തെ ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ഉള്ള ഫൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എല്ലാ വെപ്പൺസുകളൊക്കെ സ്വാഭാവികമായിട്ട് അന്നത്തെ ടൈമിൽ വരാൻ സാധ്യതയുള്ള സ്റ്റിക്കുകൾ വെച്ചിട്ട് സ്പീറൊക്കെ വെച്ചിട്ട് ചെറിയൊരു പ്രാക്ടീസ് ഓൾറെഡി സ്പെഷ്യലായിട്ട് കൊടുത്തു. അത് അവർ പറഞ്ഞതിനനുസരിച്ചിട്ടാണോ നമ്മളത് ട്രെയിനിങ് കൊടുത്തത്? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ലോജിക്ക് വെച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഗോസ്റ്റ് അല്ല, അപ്പോൾ അതിൻ്റെ ജമ്പിങ് കാര്യങ്ങൾ മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അവിടെ വന്ന് റിഹേഴ്സൽ കണ്ടു. അപ്പോൾ യാനിക് ബെന്നാണ് ഫൈറ്റ് മാസ്റ്റർ വരുന്നത്, ഫോറിൻ മാസ്റ്ററാണ്. അപ്പോൾ ആൾ ചെയ്യുന്ന കുറേ രീതികൾ അന്ന് റിഹേഴ്സൽ കുറച്ച് സംഭവങ്ങൾ ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഹാർനസും റോപ്പൊക്കെ ഇട്ടിട്ട് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അന്ന് എടുത്ത കൊറിയോഗ്രാഫി ഞാൻ ഇവൾക്ക് അത് നന്നായി ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പിന്നെ അവിടെ വന്നതോട് കൂടിയിട്ട് ആള് മൊത്തം ഇവളുടെ ഇത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഉടച്ച് വേറെ വെറൈറ്റി കുറച്ചും കൂടി നന്നായി ചെയ്യിപ്പിച്ചു ഇവളെ കൊണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ മാറി നിന്ന ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് കൊടുക്കും. അങ്ങനെ പിന്നെ ആക്ടിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുക്കും. ഫൈറ്റും ഫേസ് ആക്ടിങ് ഒക്കെ കുറച്ച് വ്യത്യാസം, ബോഡി ആക്ടിങ് ഒക്കെ സെപ്പറേറ്റ് കൊടുത്ത് അങ്ങനെ ക്ലിയർ ആക്കിയാണ്. അത് ഇനി അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. കളരിയിൽ വേറെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്, ആ രീതിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറേ താരങ്ങളുണ്ട് കളരിയിൽ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സിനിമകൾ വരുന്ന സമയത്ത് ഈ കളരി ബേസ്ഡ് അല്ലെങ്കിൽ ഫൈറ്റ് ബേസ്ഡ് അങ്ങനത്തെ സിനിമകളാണോ കൂടുതൽ ചൂസ് ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ എനിക്കും സ്റ്റണ്ട് ചെയ്യാനിഷ്ടം അങ്ങനത്താണ്. അതായത് ഫോറിൻ മാർഷൽ ആർട്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ട്രൈ ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു സ്റ്റൈല് കിട്ടാതെ വരുന്നുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് അത് പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം അവർക്ക് നിറയെ പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 2 ദിവസമോ 3 ദിവസമൊക്കെ ആയിരിക്കും ട്രെയിനിങ്ങിന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നത് മാർഷൽ ആർട്സ് നന്നായി ട്രെയിൻ ചെയ്ത ആൾക്കാർ. കുറേ ആൾക്കാർ മാർഷൽ ആർട്സ് പഠിച്ചവരുണ്ട്, പക്ഷെ അവർക്ക് സിനിമാറ്റിക് ഫൈറ്റുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ ഫേസ് എക്സ്പ്രഷനും അതിൻ്റെ സ്റ്റൈലും കൊണ്ടുവരാനുള്ള ശ്രമം, അതൊക്കെയാണ് നോക്കണത്. പിന്നെ അപകടങ്ങളില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഞാൻ ഡ്യൂപ്പായിട്ട് ഒരുപാട് കാലം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് രാവണിലെ വിക്രം സാറിൻ്റെ ഡ്യൂപ്പാണ് ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഡ്യൂപ്പ് ആർട്ടിസ്റ്റുകൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റണ്ട് ആക്ടേഴ്സിന് പറ്റുന്ന ഒരുപാട് ഇഞ്ചുറീസും ഈവൻ മരണം വരെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളൊരു സംഘടന ഉണ്ട് കേരളത്തിൽ, സാമ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ മെമ്പറാണ് ദുർഗ, പിന്നെ കണ്ണനൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതിലൂടെ പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് ഏത് സ്ഥലത്ത് വീണാലും ഇഞ്ചുറി പറ്റാത്ത രീതിയിൽ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്റ്റണ്ടിനുള്ള പ്ലാനിങ് വെക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവനും സുരക്ഷയൊക്കെ ഇൻഡസ്ട്രി പൊതുവെ അതിന് സഹകരിക്കുന്നുണ്ട്. എല്ലാ സെക്ഷനിലും ഇപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം സ്റ്റണ്ടാണ് കുറച്ച് റിസ്ക് ഉള്ള ഒരു ഫാക്ടർ. ആർട്ടിസ്റ്റുകളെയൊക്കെ കെയർ ചെയ്യണം നമ്മൾ. അപ്പോൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അതിനും കൂടി ഗുണകരമാവുന്ന തരത്തിൽ കൊറിയോഗ്രാഫി. പിന്നെ സ്റ്റണ്ടിന് നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ശരിക്കും ഫോറിൻ സ്പേസ് സ്റ്റണ്ടുകൾ കൊണ്ടുവരാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ 3യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു 60% കൊറിയോഗ്രാഫി ഞാൻ ചെയ്തിട്ടുണ്ട്, ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഒപ്പം മൈക്ക് മുള്ളർ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആണ്, ആൾ ജർമ്മൻ ഫൈറ്റ് മാസ്റ്ററൊക്കെയാണ്. എക്സ്പെൻഡബിൾ 4ലൊക്കെ ചെയ്തിട്ടുള്ള മാസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ കൊറിയോഗ്രാഫിയിൽ കാജൽ അങ്ങനെ തൊട്ട് സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കൊറിയോഗ്രാഫിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? അതായത് നമ്മളിവിടെ എന്തൊക്കെ സർവീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അതെ, ഒന്ന് മൈൻഡിന് ഏറ്റവും കൂടുതൽ പ്രോബ്ലം കാര്യങ്ങൾ ഇറിറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിലാക്സ് ആവാൻ കളരിയുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം മെഡിറ്റേഷൻ ഉണ്ട്. സാധാരണ ഒരു കുറച്ച് സ്റ്റേജ് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾക്ക് എടുക്കുന്ന മെഡിറ്റേഷനാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് മെഡിറ്റേഷൻ പ്ലസ് പിന്നെ മർമ്മ ചികിത്സ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കളരി ഉഴിച്ചിൽ എന്ന് പറയും മർമ്മ ചികിത്സ. അത് നമുക്ക് തൈലങ്ങളും ഇവിടെ ഉണ്ടാക്കുന്ന ഔഷധങ്ങളൊക്കെ വെച്ചിട്ട് ചികിത്സിക്കുന്നത്.
പിന്നെ എത്ര ഭേദാവാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ തയ്യാറായിട്ട് വന്നിട്ട് അത് അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള മർമ്മ ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കെട്ടുമരുന്നുകൾ, ഒടി കെട്ടുകൾ, അങ്ങനെ ഒരുപാട് അങ്ങനെയുണ്ട്. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ വൈദ്യം പഠിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കളരി ശൈലി ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണ്. പാണ്ഡവ ശൈലി എന്ന് പറയും. യുദ്ധമുറകളാണ്. സാധാരണ കളരിപ്പയറ്റ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു യുദ്ധശൈലി മുറകളാണ്. പൊതുവെ മൊത്തത്തിൽ എല്ലാവരും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലിയാണ്. അതാണ് സ്റ്റണ്ടിലേക്കൊക്കെ ഇത് ആക്റ്റീവ് ആക്കാനും പറ്റാൻ കാരണം. അതിപ്പോൾ നമ്മൾ കുറെ ട്രെയിൻ ചെയ്ത് അവര് ദുർഗയെ കണ്ടപ്പോൾ അവർക്ക് തന്നെ കുറെ കൂടെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നതും ഇവിടെ ഈ ട്രെയിനിങ് ഒക്കെ കിട്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് അല്ലേ? അതെ. അതിനോടൊപ്പം ഇവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും. അതായത് ക്യാമറ വെക്കുമ്പോൾ അവിടെ ഷൂട്ടിംഗ് പ്ലേസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡിസിപ്ലിൻസ്, പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി മിസ്സാവാതിരിക്കാൻ നമ്മളൊരു പോസ്റ്ററിൽ നിന്നാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത്, ക്യാമറയുടെ ആംഗിൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ലുക്ക് നോക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഓരോ ഫൈറ്റ് ചെയ്യുമ്പോഴും കൂടെയുള്ള ആൾക്കാർ എല്ലാം കൂടി കെയർ ചെയ്യാവുന്ന തരത്തിൽ അങ്ങനെ ഇവരെ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണൻ എൻ്റെ ഒപ്പം തന്നെ കൊറിയോഗ്രാഫി അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫൈറ്റിന് മാസ്റ്ററായിട്ട്. ഇപ്പോൾ രാജേഷ് മാധവൻ്റെ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു ഫിലിമുണ്ട്, പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞിട്ട്. ഫുള്ള് കോമഡി ജോണറായിട്ടുള്ള വെറൈറ്റി നല്ല ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ഞാനാണ് സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ മാസ്റ്ററായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അസിസ്റ്റ് ചെയ്തിട്ട് ഇവനും പിന്നെ എൻ്റെ ശിഷ്യന്മാരുണ്ട്. പിന്നെ ഇതാ രൂപേഷ് സൗണ്ട് എഞ്ചിനീയറാണ്. അങ്ങനെ ഓരോരുത്തരും ഫ്രണ്ട്സുകളും ഉണ്ട്, ശിഷ്യന്മാരൊക്കെ ഉണ്ട്. നല്ല ടീം, ഗംഭീര ടീമുണ്ട് ഇവിടെ. ഇനി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതും കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഫീൽ എന്തായിരുന്നു? തിയേറ്ററിൽ ശരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ബ്രീത്ത് സ്റ്റോപ്പായ പോലത്തെ ഒരു ഫീലായിരുന്നു ശരിക്കും. അത് പറയുമ്പോൾ തന്നെ നല്ലോണം ഫീല്, അത്രയും രസകരമായിട്ടുള്ള ഫീലായിരുന്നു. മ്യൂസിക്, വിഷ്വൽസ്, ആ സാഹചര്യങ്ങൾ. പിന്നെ വിഷ്വൽസിൻ്റെ കാര്യത്തിൽ സമ്മതിക്കാതെ പറ്റില്ല, കാരണം നിമിഷ് രവി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഡയറക്ടറെ ബ്രില്യൻസി പെർഫെക്റ്റായിട്ട്, കാരണം മോളുടെ ആ ഒരു സീക്വൻസ് വരേണ്ടത് കുറച്ച് ഭാഗമുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ്. അതിൽ അവളുടെ ആ ഫീല്, അവളുടെ വിഷമം അത് വന്നു. ശരിക്കും ഇവളുടെ നെഞ്ചിൽ ആ ഒരു സംഭവം ഉണ്ടായോട് കൂടിയിട്ടുള്ള പെട്ടെന്നുള്ള ഫീല് ഞങ്ങളുള്ളൊക്കെ സ്റ്റക്കായി പോയി. സിനിമയാണ്, ഇതൊക്കെ അറിയാം, എന്നായിരുന്ന പോലെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ കയറി. ഇവള് എൻ്റെ കൈമിൽ ഇറുക്കി പിടിച്ചു മുറുക്കെ. ഇവൻ കരഞ്ഞു. ഇവർ തമ്മിൽ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവുന്ന ആൾക്കാരാണ്, പക്ഷെ ഇവൻ കരഞ്ഞു പോയി. ഇവൾക്കാണെന്ന് വെച്ചാൽ ശ്വാസം ബ്രീത്ത് കിട്ടാത്ത അവസ്ഥയായി. ബാക്കി നമ്മുടെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ സ്ട്രക്കായി പോയി. ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ശരിക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഫസ്റ്റാണ്. അതിപ്പോൾ മോളായതുകൊണ്ട് മാത്രമല്ല, മൊത്തം ആ സിനിമയെല്ലാം ആ ഫീല് ഭീകരമായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കിയത് ബ്രില്യൻ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. അതായത് ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും അതിൻ്റെ ഫീലാണ്. ഒരുപാട് അമ്മമാർ ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട്, എനിക്ക് നിന്നെ നേരിട്ട് കാണാൻ കെട്ടിപ്പിടിക്കണം, കാരണം അത് കണ്ടോട് കൂടിയിട്ട് മനസ്സിൽ ഭയങ്കര ഇത് തോന്നി. ചെറിയൊരു ഉണ്ണി ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വളരെ ചെറിയൊരു കുഞ്ഞുവാവ. അതൊക്കെ ഭയങ്കര ഒരുപാട് റിവ്യൂസ്, ഞാൻ ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടി. ഇനി കണ്ണനിലേക്ക് വരികയാണെങ്കിൽ വൈഷ്ണവ് എന്നാണ് പേര് അല്ലേ? വൈഷ്ണവും കുറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ചില്ലറക്കാരനൊന്നും അല്ല. ഏതൊക്കെ സിനിമ നമ്മൾ ചെയ്തിട്ടില്ല? ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണല്ലേ? ചെറുകുട്ടിയിൽ ആദ്യം ഞാൻ ചെയ്തത് ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ. പിന്നെ ലോർഡ് ലിവിൻസ്റ്റൺ ഞാനൊരു 1ാം ക്ലാസ് ആ ടൈം അപ്പോൾ ആകുമ്പോൾ. പിന്നെ ചെയ്തതാണ് ഗ്രേറ്റ് ഫാദർ. അങ്ങനെ പിന്നെ ഇപ്പോൾ അച്ഛൻ ഷൂട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, ചന്ദ്രൻ്റെ ഷാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തേക്കണം. അത് ഫൈറ്റ് ബേസ്ഡ് ആണോ? ഫൈറ്റ് ബേസ്ഡ്. അപ്പോൾ ഇപ്പോൾ പിന്നെ അച്ഛൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഫൈറ്റ് കൊറിയോഗ്രാഫിയിൽ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നു. ഫൈറ്റ് കൊറിയോഗ്രാഫി മേഖലയിലേക്കും കടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഫിലിം വേൾഡ്, എങ്ങനെയാ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടമാണ്. അച്ഛൻ്റെ ഒപ്പം ഇപ്പോൾ ഓരോ ക്യാമറ ആംഗിൾ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫൈറ്റ് സെറ്റ് ചെയ്യണു. അങ്ങനെ സ്പോട്ടിൽ സെറ്റ് ചെയ്ത് അച്ഛൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ. ഇപ്പൊ ഇവിടെ ചെറുപ്പം മുതലേ ഇവിടെ കളരി നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ, പഠിപ്പിക്കുന്നുണ്ടോ? കണ്ണനും ഓൺലൈൻ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, വലിയ ആൾക്കാരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മൊത്തം ഈ ഒരു ഫൈറ്റ്, നിങ്ങൾ തമ്മിലിപ്പോ ഫൈറ്റ് ചെയ്യുമ്പോഴേ ഒരുപാട് മുറകളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ, അപ്പൊ അതൊക്കെ പ്രയോഗിക്കാറുണ്ടോ രണ്ടുപേരും തല്ലുവിടുമ്പോഴൊക്കെ? ഇല്ല അല്ലേ, അത്രയ്ക്ക് അത് ഉപയോഗിക്കില്ല. നമുക്ക് അറിയാലോ അത് എവിടെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമൊക്കെ അറിയാലോ അല്ലെ? സ്ട്രിക്റ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിലാണെങ്കിലും എവിടെ ഏത് സ്ഥലത്താണെങ്കിലും വെറുതെ പോലും കാണിക്കല്ലേ എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടാവാൻ പാടുള്ളൂ, ദോഷം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇപ്പൊ നമ്മള് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ഷൂട്ടിങ്ങിന് എനിക്ക് എക്സാമിന്റെ ടൈം ആയിരുന്നു. അപ്പൊ പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ സിനിമ കാണുമ്പോഴാണ് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണുന്നത് അപ്പോഴല്ലേ. അപ്പോൾ ഇമോഷണൽ ആയെന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് പറയൂ, കണ്ണൻ എന്താ തോന്നിയത് ആ സമയത്ത്? സംഭവം ആ കറക്റ്റ് റിയാക്ഷൻ, ആ വിഷ്വലിനൊപ്പം വരുന്ന ആ റിയാക്ഷൻ, അത് പക്ക ഫീൽ വന്നു. ഫൈറ്റ് അടിപൊളിയായിരുന്നു. ഫൈറ്റും അതുപോലെ ഇപ്പം ക്യാമറ ആംഗിളും പോണത് ഫുൾ മാർക്ക് തന്നിട്ട് ചേട്ടൻ അല്ലേ? അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ മലയാളികളിൽ നിന്ന് മാത്രം ഒതുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതൊരു ലോക സിനിമ എന്ന് പറയണം. നമ്മൾ മലയാളികൾക്ക് അത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു വലിയ പാർട്ടാണ് ഇവിടെ ദുർഗ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊരുപാട് സന്തോഷം, നമ്മുടെ തൃശ്ശൂർക്കാരി ആണല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള വലിയ സിനിമകളിൽ എന്നല്ല, നല്ല സിനിമകളിൽ ഭാഗമാവാനായിട്ട് സാധിക്കട്ടെ. മോൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കേട്ടോ. അപ്പൊ എന്തായാലും കുറെ സമയം, നല്ല തിരക്കുള്ള സമയം, ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ നമുക്കൊരു ടൈം തന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ TCV പ്രേക്ഷകർക്കും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് പറ്റി. ഈ ഒരു ഓണം ലോക സിനിമയ്ക്കൊപ്പമാണ് എല്ലാവരും. ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും ലോക വേറൊരു ലെവലാണല്ലോ. അപ്പൊ അതില് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസും സന്തോഷവും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓണാശംസകൾ. ഓണാശംസകൾ.